ശോഭേ 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 എഴുന്നേൽക്ക്. സുഖതേട്ടനാ. എന്തെത്ര താമസിച്ചേ? പിണങ്ങിയോടാ. കാത്തു കാത്ത് ഞാൻ ഉറങ്ങിപ്പോയി. മനപ്പൂർവ്വം ലേറ്റായതല്ല. ആ പൂതന ഉറങ്ങണ്ടേ? ജമ്മം ചെയ്ത ഉറങ്ങത്തില്ല. ദാക്ഷായണി. ഒരുമാതിരി വൃത്തികെട്ട പേരും അതേ സ്വഭാവവും. മഞ്ഞ 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 ബൾബുകൾ, മഞ്ഞ 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 ലൈറ്റുകൾ. ആ ശോഭേ, നിനക്ക് ഞാനൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. 1 2 3 ടിങ് ടിങ്. നല്ല നല്ല കോഴിക്കോടൻ ഹൽവ. എന്നാലും ഇവനവിടെ പോയി? ഈ വീട്ടിലല്ലേ കയറിയത്? ആ, ഒന്ന് ഫോൺ വിളിച്ചു നോക്കാം. വാതറക്ക് വാതറക്ക് വാതറക്കടി കള്ളി. ആരാത്? ആരാത്? അടച്ചു വെക്കാനല്ലേ പറഞ്ഞത്? ഇയാളവിടെ പോയി? ഈ വീട്ടിൽ തന്നെ ഉണ്ട്. ബാക്കി ഓനായിക്കോട്ടെ. അവന്റെ മൊബൈൽ ഓൺ ആയിരുന്നു. അവൻ വീഡിയോ എടുത്താണ്. അവൻ വീഡിയോ എടുത്തതല്ല. വീഡിയോ എടുത്തതല്ല. എന്റെ ജീവിതമാണ്. ഓടിയത് വീഡിയോ വീട്ടിൽ നിന്ന്. കള്ളം തന്നെയാണെന്ന് ആർക്കറിയാം. എന്താണ് സൂത്രനും ഷെയറൂണി രാവിലെ തന്നെ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എത്രയാ? ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് 2634 രൂപ. നാളെ ഇന്നത്തേക്കാളും കുറയാനേ ചാൻസ്. അയ്യോ, അപ്പൊ തന്നെ എടുത്തേക്കാം. സാധനം എന്താ ഉള്ള? ഒരു മാലയും പാദസരവും. മാലയും പാദസരവും എടുത്തോ. പെട്ടെന്ന് എടുത്തോ. ഒരു 2.5 പവൻ കാണും. 2 കണ്ടെത്താനറിയില്ല. 3.5 കൂടുതലുണ്ടെന്ന്. 3.5. ഇത് 2.5 പവനുള്ളൂ. എന്താണ് ഈ പറയണ? നമ്മൾ കഷ്ടപ്പെട്ട് ഒപ്പിച്ചല്ലേ? എന്ത് കഷ്ടപ്പെട്ടാലും നിങ്ങളിത് അധ്വാനിച്ചുകൊണ്ടൊന്നുമല്ല, മോഷ്ടിച്ചുകൊണ്ട സാധനമല്ലേ? മോശം നല്ല കഷ്ടപ്പാടുള്ള പണി. ഒന്ന് ചെയ്ത് നോക്കി അപ്പറിയാം. അയ്യോ, അത് വേണ്ട. ഒന്ന് അവന്റെ കൂടെ തൂക്കിച്ച് നോക്കി അപ്പറിയാലോ. എടോ, തൂക്കേണ്ട കാര്യമില്ല. ഒരു തട്ടാന്റെ കൈയിനേക്കാൾ വലുതല്ല ഇവിടെ ഇരിക്കണ മെഷീൻ. എനിക്കറിയാം ഇത് എന്തോരം ഉണ്ടെന്ന്. ഒരു 25 ഉറപ്പിക്കാം. വേണ്ട, ഞങ്ങൾ വേറെ കൊടുത്തോളാം. അയ്യോ, അത് വേണ്ട. ഒരു കാര്യം ചെയ്യും. ഇനി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഒരു 5 കൂടി കയറ്റിത്തരാം. 30. അതാ ഉറപ്പിച്ചോ? ഉറപ്പിച്ച്. എന്തെങ്കിലും ഒന്നും കൂടി ഒക്കെ കൂട്ടിക്കൊണ്ട. ഇത് കൂട്ടിത്തരാനൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഇത്. ഇനി പറഞ്ഞിട്ട് കൂട്ടിയില്ലാന്നുണ്ട. ഒരു 1000 രൂപ ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഇത് ഫുള്ള് 2000 നോട്ടാണല്ലോ. ഇതിലൂടെ 1000. 1000 അല്ല, ആളെ പറ്റിക്കുക. 1000 ഇങ്ങോട്ട് തിരിച്ചു തന്നെ. എനിക്ക് 1000 തിരിച്ചു തരണം. തിരിച്ചു കൊടുക്കണം കേട്ടാ. നീയേ 1000 ചില്ലറാക്കിട്ട് വരാം. കുറച്ചുകൂടി. ഓക്കെ, ഒരു മിനിറ്റ് നോക്കട്ടെ. നോക്കട്ടെ. ആളുണ്ടോ നോക്കട്ടെ. ഓക്കെ, ഓക്കെ. കുറച്ചുകൂടി. ഇവിടെ എന്താ പരിപാടി? ഇവിടെ ഹൈവേ വരാൻ പോവാ. അപ്പൊ ഈ വീടൊക്കെ പോവും? ഫ്ലാറ്റ് വരെ പോയി, പിന്നല്ലേ വീട്. ചേട്ടൻ മാറ്. ഭയങ്കര പതുക്കെ. നായണ്ടാവിലേക്കില്ലേ? അതല്ല, അറിയില്ല കേട്ടോ. കേട്ടടിച്ചോ? അല്ല, ഓക്കെ.
क्या है सर? हेलमेट है सर, बुक पेपर है सर, सर सब कुछ है। क्या सर? ओके सर, थैंक यू सर। ഇതെന്തോടാ ബാഗിൽ? ഒന്നുമില്ലേ? എവിടുന്നാ വരുന്നത്? ആലപ്പുഴ. എങ്ങോട്ടേക്കാ പോകുന്നത്? ഗുരുവായൂർ. ഗുരുവായൂരേക്ക്? ശരി. ചെക്കിലൊന്നുമില്ലല്ലോ? ഇല്ല സാർ. ഇവിടെ നിന്നൊന്നുമില്ലല്ലോ? ശരി ശരി, വിട്ടോ വിട്ടോ, വണ്ടി വിട്ടോ വിട്ടോ. എന്ത് ഇൻഫർമേഷൻ കിട്ടിയെന്ന് എങ്ങനെ പറയുന്നത്? മനുഷ്യനെ മെനക്കെടുത്ത വെയിൽ കൊണ്ട് പണ്ടാരടങ്ങ മാങ്ങാത്തൂരി പണിയൊന്നുമില്ല. മനോജ് സാറേ, മുറുക്കാൻ ഇൻഫർമേഷൻ കറക്റ്റ് ഇല്ല സാർ. ആ ജയകൃഷ്ണനൊക്കെ മുറുമുറുപ്പ് തുടങ്ങിയിട്ടുണ്ട്. വെയിൽ കൊള്ളേൻ്റെ ആയിരിക്കും. നിനക്ക് വെയിലുള്ള ഭയങ്കര മടിയാന്ന് കേട്ട്. ഇല്ല സാർ, സോറി സാർ, പ്ലീസ്. ഇനി ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോഴേ പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ വേറെ വല്ല സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോകണം. അയ്യോ വേണ്ട സാർ, സോറി സാർ. എടാ വിജിലൻസ് ഇപ്പൊ അല്ലേ അവനെ കൊണ്ട മകളെ കെട്ടിച്ചിരിക്കുന്നേ. അയാൾ ആരെ കൊണ്ട് വേണേലും കെട്ടിച്ചോട്ടെ. സാർ ഇന്നുവരെ എൻ്റെ കൂടെ വന്നിട്ട് എന്തെങ്കിലും ഒരു തട്ടുകേട് വന്നുണ്ടോ? അതെനിക്കറിയാം. എന്നാ പിന്നെ ഇതിനൊരു കുഴപ്പമില്ല. അവൻ കുറുക്കനാണെന്ന് എനിക്കറിയാം. സാറേ, സാറിനെ പറിച്ചിട്ട് വിചാരിക്കും നിങ്ങൾ എന്നെ പിടിച്ചത്. ഏതോ പിടിച്ചുപറിക്കാരനാണ്. പോലീസ് ഉണ്ടോ? ഇത് നമുക്കറിയില്ല. കള്ളനെ ആയിരിക്കും. വിളിക്കല്ലേ? ചേച്ചി മിഡിൽ ചേച്ചി, സത്യം ഞാൻ കള്ളനാ. ഇപ്പൊ ഞാൻ കക്കാൻ വന്നല്ലേ ചേച്ചി? പോലീസുകാരുടെ പുറകിലുണ്ട് ചേച്ചി, പ്ലീസ് പറയില്ല പ്ലീസ്. ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വന്നോ? ഇല്ല. എന്തേലും വെച്ചോ കേട്ടോ? ഇല്ല, കേട്ടില്ല. അവിടെ കാര്യമില്ല. സാറേ, അവിടെ നോക്കിയിട്ട് കണ്ടില്ല. അവനെ എൻ്റെ കിട്ടും. ഇനി ഒരുത്തരം പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ എന്ത് ചെയ്തു? മര്യാദയ്ക്ക് പിടിക്കാൻ അറിയില്ലെങ്കിൽ പിടിക്കരുത്.
താങ്ക് യു ചേച്ചി. സ്വന്തമായിട്ട് വലിയൊരു മോഷണം നിർത്താൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. ഈ ബാങ്ക് കൊള്ളയടിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, അത് കുറച്ച് കൂടിപ്പോവും. ചേച്ചി, ആ മിഷൻ എങ്ങനെ പൈസ എടുക്കുക? കാർഡിട്ട് ഞാൻ കാർഡും തരും, കുറച്ച് പൈസ എടുക്കട്ടെ. താന്ന് പോടോ. കംപ്ലീറ്റ് പൈസ ആയിരിക്കും. $786 സീസണാണ്, അതൊക്കെ ബുക്കിംഗ് ആണ്. എന്നാ പിന്നെ ഇത് നല്ല നമ്പറല്ലേ, എടുത്തോ. പിന്നെ ഇതായിക്കോട്ടെ. അയ്യോ അത് വേണ്ട, വേറെ നോക്കാം. നിറച്ച് പൈസയാണ്. കിടക്കട്ടെ. ഇതിനപ്പം എത്ര കഷ്ടപ്പെട്ട് വഴിയാൽ ഓടിയത്. ഹലോ, ഞാൻ ഗംഗയാണ്, ഗംഗ. പിന്നെ ഒരു വണ്ടി അടിച്ചു മാറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പൊളിച്ചു വെക്കാൻ പറ്റുമോ? അതൊക്കെ ഉണ്ട്. ഇങ്ങനെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത കാര്യമാണ്. ഇതൊരു പ്രശ്നം ഉണ്ടാവില്ല. ആ, വണ്ടി പൊളിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തോളി. ഇപ്പം വരാം. ഇത്ര ആൾക്കാരെ കൊണ്ട് എങ്ങനെയാ പോണത്? പൊളിക്കൽ കഴിഞ്ഞ്
ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ തന്നെ കൈ വേദനയായിട്ട് അനങ്ങാൻ പറ്റാതെ കിടക്കുക തന്നെയാണ്. അതിന്റെ മേലെ ഇഞ്ചക്ഷൻ വെക്കാൻ സമ്മതിക്കൂല. അതിന് തന്റെ കയ്യിലാരും ഇഞ്ചക്ഷൻ വെക്കാൻ വന്നേ? അപ്പൊ സിസ്റ്റർ ഇഞ്ചക്ഷൻ വെക്കാൻ വന്നതല്ലേ? അതൊക്കെ പറയും, നിങ്ങളും തിരിഞ്ഞിടണേ. ആ, ഇങ്ങോട്ടല്ല അങ്ങോട്ട്. ഇഞ്ചക്ഷൻ വെക്കില്ല, തിരിഞ്ഞോ മറിഞ്ഞോ ചെരിഞ്ഞോ എങ്ങനെ വേണം കിടക്കണേ. പണ്ടാരക്കാലത്ത് മൂത്ത ഓറഞ്ച് എന്ത് കഴിഞ്ഞില്ലേ? എപ്പോഴാ പോണ? ഇവിടെ 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 ആ ആ നോക്കി സൂക്ഷിച്ച് ചാരിക്കോ. കൈ നല്ല പച്ചക്കളർ ഓറഞ്ച്. ഓറഞ്ചോ? ആപ്പിൾ കിട്ടിയില്ല? ആപ്പിളിലൊക്കെ നല്ല പൈസ ഉള്ളാടോ. താനിപ്പോൾ ഓറഞ്ച് തന്നെ. പണ്ടൊക്കെ എന്തെങ്കിലും സൂക്കേട് വന്നു കഴിഞ്ഞാൽ അമ്മ അപ്പം തന്നെ ആപ്പിൾ വാങ്ങിത്തരും. ആ അമ്മ പോയാല് സൂക്കേടും വന്നില്ല, ആപ്പിളും തിന്നില്ല. അടുത്ത പ്രാവശ്യം കാലക്കൂടി ഇട്ട് അപ്പം വേണമെങ്കിൽ ആപ്പിൾ അടിച്ചു തരാം. നിങ്ങൾ ആ പെട്ടിലേക്ക് ഇരുന്നോട്ടോ. ആ എന്താ ഇതിന് ഓറഞ്ച് എന്നല്ല കൊടംപുളി എന്നാ പറയല്. പെട്ടെന്ന് മുറി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അതാണ് പുളിയോളം മേടിച്ചത്. കഴിച്ചോ? പേടിക്കണ്ട കേട്ടോ. ഇവിടെ എല്ലാ സൂക്കേടും ഇഞ്ചക്ഷൻ എനിക്കും വെച്ചിട്ടുണ്ട്. ഒരു ഉറപ്പ് പിടിക്കണ വേദനയല്ലേ ഉള്ളൂ. സിസ്റ്റർ, അത് ഒരുപാട് നേരം എടുക്കും. കുറച്ച് സമയം എടുക്കും. എന്തേ? അത് കുഴപ്പമില്ല. ചേച്ചിയല്ലേ ഇന്നലെ ആ വീട്ടിൽ വെച്ച് രക്ഷപ്പെടുത്തിയ പോലീസുകാർക്ക് പറയായിരുന്നത്? ചേച്ചിയല്ലേ ഇഡ്ഡലി മാവ് കഴിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പാവത്തിയത്? ചേച്ചിയല്ലേ? താങ്ക്സ് ഉണ്ട് ചേച്ചി. എന്തുപറ്റി? മോളാണോ? എന്തുപറ്റി? എന്തുപറ്റി? പേരെന്താ അവിടെ? അതെ, അവള് സംസാരിക്കില്ല, കേൾക്കാനും പറ്റില്ല. എന്താണ് ചേച്ചി നേരത്തെ പറയണ്ടേ? എന്താ പേരെന്താ? അനു. അടിപൊളി പേരാണല്ലോ. എത്രല്ല പഠിക്കണേ? 2ലാ? ആ സൂപ്പർ. അസുഖം മാറൂട്ടാ. ചേച്ചി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ദേ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ടാറ്റ. ടാറ്റ ചേച്ചി. എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി അവിടെ പോയിട്ട് പഞ്ചാര അടിക്കല്ലേ? പഞ്ചാര അടിക്കാനാ? ഏതാണ് ആ തള്ള? തള്ളേ? പിന്നെ ഒരു കുട്ടിയുള്ള പെണ്ണുങ്ങൾ ഞങ്ങളെ നാട്ടിലൊക്കെ തള്ളാന്നാ വിളിക്കുക. അതൊരു പരിചയക്കാരിയാണ്. ആ പരിചയം പുതുക്കാൻ പറ്റിയ സ്ഥലവും. എനിക്കാണെ വിശന്നിട്ട് വയ്യ. ഓറഞ്ച് ഇവിടെ ഉണ്ടായാലും ഓറഞ്ചൊക്കെ അവിടെ അത് ഭയങ്കര പുളിയാ എല്ലാത്തിലും. ആ എങ്ങനെയോ തിന്ന് നിർത്താന്. ഇവിടുത്തെ ക്യാൻറ്റീന് നല്ല കോഴി ബിരിയാണിന്റെ മണം വരുന്നുണ്ട്. വായ കൊണ്ടുവരുമോ? നിനക്ക് വയറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഭാഗ്യത്തിന് പല്ലിനും വയറിനും ഒരു കുഴപ്പമില്ല. കുഴപ്പം 2 വാങ്ങിക്കോ. ഒന്ന് രാത്രത്തേക്കും. ബിരിയാണി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാ. ഒരെണ്ണം കൂടി വാങ്ങിക്കാം. ഒന്ന് കിടന്ന് കഴിഞ്ഞാൽ ടേസ്റ്റ് ആയിരിക്കും. ചേച്ചിയെ എന്തേ? ഇതിൻ്റെ അകത്ത് ചായ കഴിഞ്ഞ് നീ തന്നെയല്ലേ മുഴുവൻ കുടിച്ചു തീർത്തു. ആ ബിരിയാണിന് മുന്നിൽ ചായ കുടിച്ചിട്ട് ഭയങ്കര സുഖം ഉണ്ടാവുകയാണ്. ഏട്ടാ ചായ ഉണ്ട് രസം കിട്ടും. ആ അവിടെ പിന്നെ വയറിളക്കാണല്ലോ. ചേച്ചി എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കലോ? ഞാൻ ക്യാൻറ്റീൻ പോകുന്നുണ്ട് കഴിക്കാൻ. ഏയ് വേണ്ട, ഞങ്ങൾ കഴിച്ചു. ഓ വാവക്ക് എന്തെങ്കിലും വേണോ? കഴിച്ചിട്ടില്ല? എന്ത്? അച്ഛനെവിടെ? അച്ഛൻ ഭക്ഷണം കഴിക്കുക. ആ മാമുണ്ണ് വാ നോക്കാം. ആരോടെ ലുട്ടാപ്പിയത്? ഞങ്ങളെ വീടൊന്ന് റെഡിയാൻ വന്നതാ. അല്ല സാറേ, വായ മുളിച്ചൊക്കെ അപ്പൊ പരിശോധിക്കണോ? ആ സദേവ എന്തിനാ സദേവ ഈ മൊബൈൽ? അല്ല അത് ഉണ്ണി ഈ മൊബൈൽ ഒന്ന് പിടിച്ചേ. നമുക്ക് ചില കൊച്ചുവർത്തനങ്ങളൊക്കെ പറഞ്ഞിരുന്നാ പോലെ. അല്ല സാറേ, അലമാരിയുടെ താക്കോ. അലമാരൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അതല്ലേ ഞങ്ങളുടെ പണി. വല്ലാത്തൊരു വലിയ കാറൊക്കെ ആണല്ലോ സദേവ പുറത്ത്. വൈഫിന്റെ അച്ഛൻ്റെ പോയി മാമുണ്ണ് ചെല ആരാ? ഇവിടെ നിന്ന് മാറിയേ. ഇവിടെ സെർച്ച് ചെയ്യണം. ഇതൊന്നും കഴിഞ്ഞോട്ടെ. തൽക്കാലം പറയണത് കേൾക്കൂ.
സാറേ ആ മോനൊക്കെ വല്ലാതെ പേടിച്ചിരിക്കുന്നു. എന്തിനാ പേടിക്കണേ? പൈസ ഉണ്ടെങ്കിൽ എടുക്കാൻ വന്നിരിക്കല്ലേ, നോക്കട്ടെ. ഇവിടെ എന്തും സർ അവിടെ എല്ലാം സെർച്ച് ചെയ്തു. എന്നിട്ട് സർ അവിടെ എങ്ങും ഒന്നുമില്ല. ഏ അവിടെ ഒന്നുമില്ല സർ. ശ്ശേ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സാർ അവിടൊക്കെ നോക്കി, അവിടെ ഒന്നുമില്ല സാർ. സാർ ഇവിടൊക്കെ നോക്കി, ഇവിടെ ഒന്നും കാണുന്നില്ല. നൈസായിട്ടങ്ങ് ഒതുക്കിയല്ലേ. നമ്മളും പോലീസിലൊക്കെ തന്നെയല്ലേ സാറേ? ശരി, എടുത്തോളാം. എടുക്കണേ. ഹലോ സാറേ, എന്റെ ഫോണത്. അല്ലെങ്കിൽ പോലീസ് സാറിന്റെ വീട്ടിലേക്ക് വരും ഫോണുകളെന്നും പറഞ്ഞ്. ചേച്ചി കഞ്ഞി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ്. പനിയല്ലേ, കഞ്ഞി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. വേണ്ടായിരുന്നു. ചേച്ചിക്കല്ലേ, കൊച്ചിനാ. ശ്ശേ. ഉറങ്ങിയാ? ആ ഉറങ്ങി. എന്താ ചേച്ചി? അല്ല പൈസ. അയ്യോ പൈസ ഒന്നും വേണ്ട ചേച്ചി, കൊച്ചിനുള്ള ഭക്ഷണമല്ലേ. അതല്ല സാരല്ല. ചേച്ചിയുടെ കള്ളനായിട്ട് കാണല്ലേ. ചേച്ചിനെ ഹെൽപ്പ് ചെയ്തല്ലേ, കൊച്ചിനോട് ചേച്ചി. ശരി ചേച്ചി. സിസ്റ്റർ ഈ ഗ്ലൂക്കോസ് മാറ്റാൻ സമയമില്ല. ഇവന്റെ ഭക്ഷണം കുറക്കാനുള്ള മരുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ വിശപ്പ് കുറവാ. അപ്പൊ ആർക്ക്? ഞാൻ അതീ കൂടി കയറ്റി വയറ്റിലോട്ട്. ബിരിയാണിയാണ്. എടോ അതൊന്ന് എടുത്തു വെക്ക്. വാരിത്തട്ടെ വായിലോട്ട്. മുഴുവൻ തീർക്കണ്ട. തുറക്ക്. ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വെള്ളം കിട്ടിയാൽ, ലൈമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ, കരിക്കും വെള്ളമോ, അതിനാ വിഷം കലക്കി തരും. കടിക്കോ? ഇത് കഴിഞ്ഞിട്ടൊരു സുലൈമാനി തേക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടോ? അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ആപ്പിള് ആപ്പിള് കഴിച്ചോ? ആ മനോജേ. ആ സാറേ, ഞാൻ പാർക്കിങ്ങിലുണ്ട്. അല്ല സാറും താഴത്തേക്ക് വാ, ഞാൻ ഇപ്പോൾ യൂണിഫോമിലാണ്. ഇപ്പൊ വരാം, ഇപ്പൊ വരാം. വേഗം അത്യാവശ്യമാണ്. ആ അപ്പോഴേ ഞാൻ ഇറങ്ങാം. ഒരു ഫ്രണ്ട് കാണാൻ വന്നു. അത്യാവശ്യം ഒഫീഷ്യലാ. ആയിക്കോട്ടെ. ആ താനെന്താ പോലീസ് ജീപ്പ് പോയിട്ടൂടെ? സാറൊന്ന് കയറി, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? സാധാവിൻ്റെ വീട്ടിലൊരു റെയ്ഡ്. റെയ്ഡോ? എന്നിട്ടൊന്നുമില്ല. എന്തായാലും അവർക്ക് ജോർജിൻ്റെ ഹോട്ടലിനെ കുറിച്ച് സംശയമൊന്നുമില്ല. സാറ് കയറി, നമുക്ക് സാധാവിൻ്റെ വീട് വരെ ഒന്ന് പോവാം. ഞാനോ? സാറൊന്ന് കയറി. ഞാനെന്താ കയറി സാറേ. ചേച്ചി ഏയ് ഏയ് എന്നെ തന്നെ ലൈന് വിളിക്കുന്ന. അയ്യോ എന്താ ചേച്ചി? ഞങ്ങൾ ഡിസ്ചാർജായി, അപ്പോൾ പോവാന്ന് പറയാൻ വന്നതാ. പനി മാറി 2 ദിവസം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയാൽ മതി. ഞങ്ങളൊക്കെ അങ്ങനെയാ. ഞാൻ സ്കൂളിൽ പോയിട്ടൊന്നുമില്ല. ശരി ചേച്ചി. മരുന്ന് മരുന്ന് കഴിക്കണോട്ടോ. ടാറ്റ ചേച്ചി.